നമുക്ക് നല്ലൊരു അടിപൊളി നോർത്ത് ഇന്ത്യൻ ഡിഷ് മീൻ കറി വെച്ചാലോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറ്റ എന്ന മീനാണ് കേട്ടോ. അതിൽ ഉപ്പും മുളകും മഞ്ഞളൊക്കെ തേച്ച് വറുക്കാൻ വെച്ചു. അത് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ഒരു ഹാഫ് ഫ്രൈ മതി, കൂടുതൽ വേവൊന്നും വേണ്ട. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് മസാല കൂടി തയ്യാറാക്കാം. സവാള, കടുക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് നല്ലൊരു അരപ്പ് തയ്യാറാക്കാം. കൂടെ തക്കാളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റായി നിൽക്കേണ്ടത്. പുളിയൊന്നും ഞാനിതിൽ ഒഴിക്കില്ല. തക്കാളിയുടെ പുളിയാണ് നമുക്കിതിൽ വേണ്ടത്. നോർത്ത് ഇന്ത്യൻ ഡിഷ് ആകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, കടുകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉള്ളത് കൊണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഈ പുറത്തൊക്കെ നിന്ന കാരണം നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കുകയാണ്. നല്ലൊരു മീൻ കറിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടാനെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, കമൻ്റ് ഇടുക. പിന്നെ ഞാനതിൽ സവാള എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യുകയാണ്. മസാല കൂടി അതിൽ നമ്മൾ വറുത്തെടുക്കണം. അതിൽ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ, അരച്ചിട്ട് ഞാൻ കാണിച്ചു തന്നിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടിരുന്നില്ല. സവാള വഴറ്റിയപ്പോൾ അതേ കൂടെയാണ് ഇട്ടത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കൂടെ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഫ്രൈ ആയി വരുമ്പോൾ ഞാനത് അരച്ച് വെച്ചിരുന്നല്ലോ, ഞാൻ കാണിച്ചു തന്നില്ലേ മിക്സിയിൽ ഇതെല്ലാം സാധനങ്ങൾ അരയ്ക്കാൻ വെച്ചിരിക്കുന്നുള്ളത്. സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ലേശ കടുക്, ഒരു അരച്ച് വെച്ചിരുന്ന മിക്സ് നമ്മൾ വഴറ്റി വന്ന സവാള ഇട്ട് നന്നായിട്ട് നല്ലൊരു സ്മെല്ല് വരും. മസാല വഴന്ന് വരുമ്പോൾ നന്നായി വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മൾ സവാളയുടെ ആ മുഴുവൻ ഉണ്ടാവില്ലേ, ഇങ്ങനെ വലിയൊരു സവാളയുടെ ഇല, ഉള്ളിയുടെ ഇല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ വാങ്ങില്ല, അത് വാങ്ങിച്ചിട്ട് 2 തണ്ട് ഇതിൽ മുറിച്ചിടുക. തക്കാളി കൂടി ഇട്ട് നന്നായി വഴറ്റി നല്ലൊരു ഗ്രേവി രൂപത്തിലാക്കി എടുക്കണം. മീൻ നമ്മൾ പിന്നെ ഹാഫ് ബോയിലാക്കി വെച്ചിട്ടുണ്ടല്ലോ അവിടെ. അപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഹാഫ് ബോയിലല്ല, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് മീൻ. അപ്പോൾ നമ്മൾ മസാല നല്ലോണം തയ്യാറാക്കി നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അതിന്. പിന്നെ ഞാനിതിൽ ഒഴിച്ചിരിക്കുന്ന എണ്ണ കടുകെണ്ണയാണ്. എണ്ണയൊക്കെ നമ്മുടെ ഓപ്ഷനിലാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട എണ്ണ എടുക്കാം. ഞങ്ങൾക്ക് കടുകെണ്ണ കുഴപ്പമില്ല, ഇഷ്ടമുള്ളത് കൊണ്ട് ഞങ്ങൾ കടുകെണ്ണയിൽ ചെയ്തു മാത്രം. നന്നായി തിളച്ച് വരട്ടെ. ഫിഷൊക്കെ പിന്നെ നമ്മൾ ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ച കാരണം അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വറ്റി മീൻ കറി വരട്ടെ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ കറിക്ക്. നല്ലൊരു സ്മെല്ലുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ ഈ കറി അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. നോർത്ത് ഇന്ത്യയിൽ പോയി അവിടെയൊക്കെ ഭക്ഷണം കഴിച്ച ആൾക്കാരൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടാവും. ചിലവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ടൊരു ചോറ് എടുത്ത് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ, സൂപ്പറാട്ടാ, സൂപ്പർ. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞാൻ പിന്നെ വരാം. കണ്ട കറിയുടെ ഒക്കെ ഒരു കളർ കണ്ട, സൂപ്പറല്ലേ കാണാൻ? എല്ലാവരും കമൻറ്റ് ഇട്ടുള്ളൂ കേട്ടോ. കൂടെ ഞാനൊരു മുരിങ്ങയില തോരൻ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഊണ് കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും ഊണ് കഴിച്ചാൽ. അപ്പോൾ അടുത്ത വീഡിയോയുമായി പിന്നെ വരാം. ബൈ.